തിരുവനന്തപുരത്തെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ പ്രതിസന്ധിയിലായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം. ആനന്ദിനെ തള്ളിപ്പറഞ്ഞ നേതാക്കൾക്കെതിരെ കടുത്ത അമർഷവുമായി ആർ.എസ്.എസ്. നേതൃത്വം. എസ്. സുരേഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ.എസ്.എസ്. മണ്ഡലം കാര്യവാഹക് അഖിൽ മനോഹർ. അതേസമയം ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. നൃപൻ ചേരുകയാണ്. നൃപൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? തീർച്ചയായും ഷമ്മി, ആനന്ദ് തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ബി.ജെ.പിക്കുള്ളിലും ഒപ്പം തന്നെ ആർ.എസ്.എസിനുള്ളിലും ശക്തമാണ്. കാരണം ഈ മരണത്തിലേക്ക് കാരണമാക്കുന്ന തരത്തിൽ ബി.ജെ.പി. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയത് ഒരു വിഷയം. ഒപ്പം തന്നെ മരണത്തിന് ശേഷം ബി.ജെ.പി. ലീഡർഷിപ്പ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് അടക്കം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. അദ്ദേഹം ബി.ജെ.പിയുടെ ഒരു നേതാവുമല്ല, അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കേണ്ട നേതാവല്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണമാണ് വലിയ തരത്തിലുള്ള അമർഷമുണ്ടായിട്ടുള്ളത്. ആർ.എസ്.എസ്. നേതൃത്വവും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ്. എസ്. സുരേഷിനെതിരെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ.എസ്.എസിന്റെ മണ്ഡൽ കാര്യവാഹക് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ തള്ളിപ്പറഞ്ഞപ്പോൾ മുറിവേറ്റത് സാധാരണ പ്രവർത്തകർക്കെന്നാണ് ഈ മണ്ഡൽ കാര്യവാഹകമായിട്ടുള്ള അഖിൽ മനോഹർ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ന്യായമായ പ്രതിഷേധം എന്ന് വി മുരളീധരന്റെ പേഴ്സണൽ സെക്രട്ടറി സനോജ് കുമാറിന്റെയും ഫേസ്ബുക്കിൽ അതിന്റെ തൊട്ട് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. OBC മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു വലിയശാലയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ ഫേസ്ബുക്കിന്റെ പോസ്റ്റുകളെല്ലാം അതിരൂക്ഷമായ വിമർശനമാണ്. 3-4 വർഷം പ്രവർത്തിക്കാതെ മാറി നിന്നവർക്ക് സീറ്റ് കൊടുക്കാം, ഒരേ വാർഡിൽ 1-2 തവണ നിന്ന് തോറ്റവർക്ക് അതേ വാർഡിൽ വീണ്ടും സീറ്റ് കൊടുക്കാം, പേര് പോകാത്ത വാർഡുകളിൽ ജാതിയും വർണ്ണവും നോക്കി അവസരം കൊടുക്കാം, ഒപ്പം തന്നെ ഇഷ്ടക്കാർക്ക് വാർഡ് പ്രവർത്തകരുടെ അനുവാദമില്ലാതെ മത്സരിപ്പിക്കാം, ജാതിയും മതവും വർണ്ണവും ആരോഗ്യവും സമയവും സമ്പത്തും നോക്കാതെ പ്രവർത്തിച്ചവർക്ക് എന്ന തരത്തിൽ ചോദ്യചിഹ്നം. അതാണ് ബിന്ദു വലിയശാലയിട്ടിട്ടുള്ള പോസ്റ്റ്. അങ്ങനെ നിരവധി വിമർശനങ്ങളാണ് ഈ പോസ്റ്റുകളിലെല്ലാം പറയുന്നത്. ഈ അഖിൽ മനോഹർ തന്നെ എഴുതണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചു. എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വ്യക്തമാക്കാൻ സാധിക്കുമോ എന്നായിരുന്നു സംശയം. അല്ലെങ്കിൽ ഇപ്പോഴും അതേ അവസ്ഥയിൽ ഉള്ളതാണ് സത്യം. അനുചേട്ടന്റെ മരണത്തോടു കൂടി ബോധ്യമായ കാര്യമാണ്. നമ്മുടെ മുന്നേ നടന്നവരും കൈപിടിച്ച് നടത്തിയവരും പ്രേരണ ആയവരും ധൈര്യം പകർന്നവരും ആത്മവിശ്വാസം നൽകിയവരും വീഴാതെ പിടിച്ചു നിർത്തിയവരും അങ്ങനെ എല്ലാവരും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാത്ത മനസ്സിലുടമകളാണ് കരുതിയവർ. അല്ലെങ്കിൽ നമ്മുടെ ആദർശം അങ്ങനെയാണെന്ന് നമ്മളെ പാവപ്പെടുത്തുമെന്ന് ബോധ്യപ്പെടുത്തിയവർ. അങ്ങനെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആർ.എസ്.എസിന്റെ മണ്ഡലം കാര്യവാഹുവിന് തന്നെ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഈ സമാനമായ പ്രതിഷേധം വി മുരളീധരന്റെ പേഴ്സണൽ സെക്രട്ടറി സനോജ് കുമാറും രേഖപ്പെടുത്തുന്നത്. വി മുരളീധരൻ എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ടുമുമ്പ് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. കെ. സുരേന്ദ്രന്റെ അതേ നിലപാട് സ്വീകരിച്ച് മറുവിഭാഗത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ മറുവിഭാഗമായി മാറി നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കളുടെ ഒരു മാനസികാവസ്ഥ കൂടിയാണ്, പ്രതികരണം കൂടിയാണ് എന്ന് ഇതിനെ കാണേണ്ടി വരും. ഷർമിയ. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.